എല്ലാവർക്കും നമസ്കാരം. സജന ഫിറോസ് വിഷയമാണ്, സജന നൂർ ഫിറോസ് വിഷയമാണ്. ഓരോ ദിവസം കഴിയുന്നോറും പുതിയ ആളുകൾ ഈ വിഷയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത എൻഡ് വന്നിരിക്കുന്നത് അന്നച്ചേടത്തിയാണ്. നമ്മൾ അന്നച്ചേടത്തിയുടെ വിഷയം മാറ്റിവെക്കുന്നു, ദിയാസനയിലേക്ക് വരുന്നു. സജന ഫിറോസ് വിഷയത്തിനകത്ത് സജന തന്നെയാണ് ദിയാസിനെ വലിച്ചിട്ടത്. ഓക്കെ, ദിയാസന സജനയുടെ വീട്ടിൽ ചെന്നു, ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായിട്ട് ചെന്നു, ദിയയുടെ ഏതൊരു ഫ്രണ്ടുമായിട്ട്, അങ്ങനെ 3-4 പേരൊക്കെ ആയിട്ട് സജനയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഉപയോഗിച്ചെന്നും ഒക്കെയാണ് സജനയുടെ ആരോപണം. ധൈര്യം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. എത്ര പേരുടെ പേര് പറയുന്നുണ്ടോ അത്രയും പേരും തെറ്റുകാരാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ആരാണ് വലിയ തെറ്റ്, ആരാണ് ചെറിയ തെറ്റ് എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഓരോ ദിവസവും ഇവർ രണ്ട് കൂട്ടരും പുതിയ വീഡിയോകളും വോയിസുകളൊക്കെ ആയിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളാണ് എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ വെക്കുന്നത്. എനിക്ക് തോന്നിയ സംശയങ്ങളാണ്. ഞാനിത് ഒന്നും പ്രതിപാദിക്കുന്നില്ല, വാദിക്കുന്നില്ല, ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്നും ഞാൻ ഉറപ്പിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ കേട്ട് നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. പക്ഷേ മുഴുവൻ വീഡിയോയും കണ്ടതിന് ശേഷം മാത്രം വിമർശിക്കുക എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. ഇത് ആക്ച്വലി ഈ വിഷയം ഇഷ്ടമില്ലാത്തൊരു ദയവ് ഇത് സ്കിപ്പ് ചെയ്ത് പോവുക. ഞാനത് സംസാരിക്കാൻ കാരണം, ദിയാസനെക്കുറിച്ചുള്ള സജനയുടെ ആരോപണം എന്ന് പറയുന്നത് ദിയ ഉപയോഗിക്കുന്നു. എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഫുൾ വേർഷൻ പറയുന്നില്ല. ഉപയോഗിക്കുന്നു, അതിൻ്റെ കാരിയർ ആണെന്നൊക്കെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ദുബായിൽ സജന പോയിട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് റോഷ്നി എന്ന് പറയുന്ന ലേഡിയുടെ വോയിസ് പുറത്തു വന്നു. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എല്ലാവരും സജനയുടെയും പൂക്കിമോൻ്റെയും ബന്ധങ്ങളുടെ പുറകെയാണ്. പക്ഷെ നമ്മുടെ നാടിന് ശാപമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഫിറോസിന് നേരെയുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ഒരു 17 വയസ്സുകാരിയുടെ കാര്യം. ഈ രണ്ട് വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും ഞാൻ സംസാരിച്ചിട്ടുള്ളതും. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നതും ഈ രണ്ട് കാര്യങ്ങളാണ്. അതിന് മുൻപായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു വീഡിയോ കാണിക്കാം. ഇന്നലെ സജനയുടെ ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സജനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം യാതൊരു തെളിവുകളുമില്ലാതെ സജന ആകെ വെച്ചൊരു തെളിവെന്ന് പറഞ്ഞാൽ ഫിറോസും സജനയും തമ്മിലുള്ള ഒരു കോൾ റെക്കോർഡായിരുന്നു. അത് മറുനാടൻ ചാനലിൽ ആ പോഡ്കാസ്റ്റിനകത്ത് സജന പ്ലേ ചെയ്ത ഒരു കോൾ റെക്കോർഡ്. അത് മാത്രമാണ് സജന വയ്ക്കുന്ന തെളിവെന്ന് പറയുന്നത് ഫിറോസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. വേറെ ഒരാൾക്കെതിരെയും സജനയ്ക്ക് പറയാൻ തെളിവുകളില്ല, കാണിക്കാൻ തെളിവുകളില്ല. സജന ചെയ്യുന്ന എന്താണ്? വന്നിരുന്ന് സംസാരം മാത്രമേ ഉള്ളൂ. ഇന്നലെയും സംസാരിച്ചത് അങ്ങനെയാണ്. മുഖ്യമന്ത്രിയോട് പറയുന്നു, ആഭ്യന്തരമന്ത്രിയോട് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, സജന VD സതീശൻ സാറിനെ പോയി കണ്ടതല്ലേ, കേസ് കൊടുത്തതല്ലേ? അപ്പോൾ അവരത് അന്വേഷിക്കും, അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടത്. അതിന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ നാറാൻ നിൽക്കലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കുക. തെളിവില്ലാണ്ട് ഒരു രീതിയിലും തെളിവുകളില്ലാതെ നിങ്ങൾ വന്നിട്ട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇവരെന്തേ കാണിക്കുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. സ്വയം നാറിക്കൊണ്ട് മറ്റുള്ളവരെ നാറ്റിക്കുക. എന്താ ഗുണം? ഒരു ഗുണവുമില്ല. നിങ്ങളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് നിങ്ങളൊന്നും കാണിക്കുന്നില്ല, തെളിവ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്തത്. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് കുറേയധികം തെറ്റുകളും വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും സജനയുടെ ഒരു വീഡിയോ വയ്ക്കാം. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഒന്ന്, ദിയാസന ഇന്നലെ ഇട്ടൊരു വീഡിയോ, അതിനകത്ത് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമൻറ്റുകൾ കണ്ടു. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളുമായിട്ട് ആ കമൻറ്റുകളായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം സൂചിപ്പിക്കാനുണ്ട്. പിന്നെ ശരിക്കും ഫിറോസ് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ഉണ്ടായത്, മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ ഉണ്ടായത് എന്നൊരു സംശയം എനിക്ക് തോന്നി. ആ സംശയം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കിവിടെ ഒരാളെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ സജന തെറ്റുകാരിയാണ്, ഫിറോസ് തെറ്റുകാരനാണ്, പൂക്കിമോൻ തെറ്റുകാരനാണ്. ദിയാസന തെറ്റുകാരി ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇവരുടെ 3 പേരുടെയും കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിവുകൾ വന്നു. പക്ഷേ ദിയാസന തെറ്റുകാരി ആണോ അല്ലയോ എന്ന് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷേ ഇന്നലെ ദിയ ഇട്ട വീഡിയോയ്ക്കകത്ത് ചില സംശയങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സജനയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി സജന വീഡിയോ ചെയ്യുന്നോ? മനസ്സിലായില്ല. അവരറിയാൻ വേണ്ടിയാണ് സജന വീഡിയോ ചെയ്തത് അല്ലേ? അല്ല, അവർക്ക് വേണ്ടി എന്ന് പറയാൻ, ഓക്കെ, അത് എന്തെങ്കിലും ആവട്ടെ, അവരുടെ ഒരു സ്ലാങ്ങിൻ്റെ വ്യത്യാസമായിരിക്കാം. നമുക്ക് ബാക്കി കേൾക്കാം. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിൽ ഒരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തിയെ വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഏത് വകുപ്പിലാണ് നിങ്ങൾ വിക്ടിമാവുന്നത്? ഇവിടെ വിക്ടിമായിട്ട് ആരുമില്ല, എല്ലാവരും വേട്ടക്കാരാണ്. എല്ലാവർക്കും വേണ്ടത് കാശും ഈ പറയുന്ന ചില കലാപരിപാടികളും ഒക്കെയാണ്. ഇവിടെ ആരും ഇരകളില്ല, എല്ലാവരും വേട്ടക്കാർ തന്നെയാണ്. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, ചില ആൾക്കാർ അറിയാതെ ചെയ്യുന്നു. എന്നാൽ പോലും എല്ലാവരും വേട്ടക്കാരാണ്. ഇവിടെ വിക്ടിമില്ല, ഇവിടെ ഇരകളില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാട്ടോ. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്.
ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സർ എന്നെയും പരിശോധിക്കണമെന്ന് കേണപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗ്ഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. ഓക്കെ, അപ്പോൾ സജ്നയുടെ വേർഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 15 ആ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. വേറൊരു വീഡിയോയിൽ സജ്ന പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി മാസം 15 ഉച്ചയ്ക്ക് 12:30-1 മണി വരെയൊക്കെ സജ്നയുടെ വീട്ടിൽ ഇവരുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു എന്നൊക്കെയാണ് സജ്ന പറയുന്നത്. ഡേറ്റും സമയം ഓർത്ത് വെച്ചോണം. ഫെബ്രുവരി മാസം 15 12:30-1 മണി വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഡേറ്റും സമയവും നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, സജ്നോട് എൻ്റെ ചോദ്യമാണ്. ഫെബ്രുവരി കഴിഞ്ഞിട്ടിപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം കഴിഞ്ഞു അല്ലേ? ഈ 4 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം ആവാറായി അല്ലേ? 2 ആഴ്ച 3 ആഴ്ച കൂടുതലായി. തുടങ്ങിയപ്പോഴെങ്കിലും സജ്നയ്ക്ക് ഈ വിവരം അവരെ ഇൻഫോം ചെയ്യാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ട് ചെയ്തില്ല? എൻ്റെ ഒരു ചോദ്യമാണ് സജ്നയോടാണ്. സജ്ന എപ്പോഴാണ് കംപ്ലയിൻറ്റ് ചെയ്തത്? ഫിറോസിൻ്റെ വീഡിയോ വരുന്നതിന് തൊട്ട് മുൻപ് ആണല്ലോ. അന്നാണല്ലോ സജ്ന ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോയതും കംപ്ലയിൻറ്റ് കൊടുത്തതും അതൊക്കെ സംഭവിച്ചത്. അത് സജ്ന ദിയാസനയ്ക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയതാണെന്ന് ഈ പോഡ്കാസ്റ്റിൽ സജ്ന പറയുന്നുണ്ട്. ഫിറോസിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് ഫിറോസ് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കും ആ വീഡിയോ ചെയ്തതെന്നാണ് സജ്ന ആരോപിക്കുന്നത്. പക്ഷേ സജ്ന കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത് ആർക്ക് നേരെയായിരുന്നു? ദിയാസനയ്ക്കെതിരെയായിരുന്നു. അത്രയും നാളെ എന്തിനു സമയമെടുത്തു? അന്ന് ദിയാസന സജ്നയുടെ ഫ്രണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ വീട്ടിലേക്ക് വരാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ദിയാസനയോട് സജ്ന വരണ്ടെന്ന് പറഞ്ഞതും അത് ഒഴിഞ്ഞു മാറി വിട്ടത്. അതിനുശേഷമാണ് ദിയാസന സജ്നയുടെ ശത്രുവായതെന്ന് സജ്ന പറയുന്നു. പക്ഷേ ദിയാസനയുടെ വേർഷൻ വേറെയാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, സജ്ന പറയേണ്ട സമയത്ത് ഇത് കംപ്ലയിൻറ്റ് കൊടുത്തില്ല. ദിയാസന സജ്നയുടെ ശത്രുവായതിനു ശേഷമാണ് സജ്ന കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി സജ്നയുടെ കാര്യോട് നിൽക്കട്ടെ. ദിയാസന ഇന്നലെ ഒരു തെളിവുമായിട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ദിവസം, ഈ 15 എന്ന് പറഞ്ഞ ദിവസം, ആ സമയത്ത് ദിയാസന എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു തെളിവ് ദിയാസന കൊണ്ടുവന്നിട്ടുണ്ട്. പല ആൾക്കാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പല ആൾക്കാരും അവിടെ ദിയാസന ഇട്ട വീഡിയോയുടെ താഴെ ചേച്ചി മാസമാണ് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ, പലർക്കും തോന്നിയ സംശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വെക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജ്നയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജ്ന അറിയില്ല എന്ന് പറയരുത്. സജ്നയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജ്ന ഇവിടെ വന്നിട്ടുണ്ട്, സജ്നയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 ഫെബ്രുവരി 15 12-നും 12:30-നും 1 മണിക്കും ഇടയ്ക്കാണ് ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. 12-നും 12:30-നും 1 മണിക്കും ഇടയ്ക്കെന്നാണ് സജ്ന പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയാലോ? ദിയാസനയുടെ വീഡിയോയ്ക്കകത്ത് വന്ന ഒരു ഭാഗമാണത്. ദിയാസന സജ്നയുടെ വീട്ടിൽ ഈ പറഞ്ഞ സാധനം ഉപയോഗിച്ചതായിട്ടാണ് സജ്ന ആരോപിക്കുന്നത്. ദിയാസന ആ സമയത്ത് എവിടെയായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഓൾഡ് ഏജ് ഹോമിൽ എത്തിയത്. ബാക്കി നമുക്ക് കേൾക്കാം. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജ്ന എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാത്. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു, അപ്പം വരാൻ പറ്റിയില്ലേക്ക
അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്നത്. ഇവിടെയാണ് പ്രശ്നം. ഈ വിസിറ്റർ ലെഡ്ജറിനകത്ത് എഴുതിയേക്കുന്ന പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമുക്കൊന്നുകൂടി കണ്ടുപോകാം കേട്ടോ, ബാക്കിലേക്ക് ഒന്ന് പോയിട്ട് നമ്മൾ കണ്ടുപോകാം. പിന്നെ ദിയാസന അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ല, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്നത്. എന്താ സംഭവം എന്നറിയോ? ഈ ലെഡ്ജറിനകത്ത് തുടക്കത്തിൽ 14-ാം തീയതി കഴിഞ്ഞിട്ട് 15-ാം തീയതി ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ ആളെ കാണാൻ വന്ന ഒരാളുടെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സമയമോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16 ഓക്കെ. ഈ 16 വൈകുന്നേരം വേറൊരാൾ വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് 15-ാം തീയതി ദിയാസന വന്നതായിട്ട് കാണിക്കുന്നു വിത്ത് ടൈം. രാവിലെ 11:30 AM വന്നു, 1:20 AM തിരിച്ചു പോയിരിക്കുന്നത്. അത് സമയം മാറിപ്പോയതാണോ? അതായത് 1:20 PM എന്ന് വെക്കാൻ വേണ്ടുള്ളത് 1:20 AM ആയി പോയതാണോ? മാത്രമല്ല 15-ാം തീയതി ഉള്ളത് ബ്ലൂ ഇങ്ക്, 16-ാം തീയതി ഉള്ളത് ബ്ലൂ ഇങ്ക്, എന്നാൽ ഈ 15-ാം തീയതി ദിയാസനയുടെ മാത്രം ബ്ലാക്ക് ഇങ്ക്. അത് വേണമെങ്കിൽ പറയാം, ആ സമയത്ത് വേറെ പേന കിട്ടില്ല അതുകൊണ്ട് എഴുതിയെന്നൊക്കെ പറയാം, വാദിക്കാം. പക്ഷേ ഈ സമയം 11:30 AM വന്നു, 1:20 AM പോയി. ഇനി ഈ ചേട്ടൻ എന്താ പറയുന്നത് നോക്കാം. ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നാണ് കാണിച്ചേക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്ത് ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഒരു സ്പെൻഡ് ചെയ്തിട്ടേ പോകാറില്ല. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാ, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാന്ന് പറയാം. എപ്പോഴാ അതങ്ങ് ക്ലോസ് ചെയ്തു നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരിതുണ്ടല്ലോ. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ചേട്ടൻ ഈ ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് എങ്ങനെ ഓർത്ത് വെക്കുന്നത്? ഇത് എത്ര മാസം മുന്നുള്ള കാര്യമാണ് നോക്കണം. 4 മാസം മുന്നുള്ള കാര്യമാണ്. സജന വന്നത് 1-ാം തീയതി ആണെന്ന് തോന്നുന്നു. ദിയാസന വന്നത് 15-ാം തീയതി. കറക്റ്റായിട്ട് എങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്? അതൊക്കെ നേരത്തെ നോക്കി വെച്ചതായിരിക്കുമോ? എനിക്ക് ചില സംശയങ്ങൾ അവിടെയാണ്. ഫസ്റ്റ് എൻ്റെ സംശയം എന്ന് പറയുന്നത് 2 ബ്ലൂ ഇങ്കിൻ്റെ ഇടയിൽ എങ്ങനെ ബ്ലാക്ക് ഇങ്ക് വന്നു? അതും ഇവരുടെ ലെഡ്ജർ എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഒരാളുടെ എഴുതി കഴിഞ്ഞാൽ ഒരു 2 വരി വിട്ടിട്ടാണ് അടുത്ത ആളുടെ എഴുതുന്നത്. പക്ഷേ ദിയാസനയുടെ പേര് എഴുതി ചേർത്ത ആ ഒരു ഗ്യാപ്പിനിടയിൽ വേറെ ഗ്യാപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് എഴുതി ചേർത്തതാവാനല്ലേ സാധ്യതയുള്ളത്? ഞാൻ എൻ്റെ സംശയമാണ് പറയുന്നത്. ദിയാസന അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നോ ഒന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയ സംശയമാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പല ആൾക്കാർക്കും ഈ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവും. ഇതാണ് ദിയാസനയുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി വേറൊരു കാര്യം, ഫിറോസിൻ്റെ ആദ്യത്തെ വീഡിയോ. സജനയെക്കുറിച്ച് ഫിറോസ് ഒരു 45 മിനിറ്റ് വരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 30-something മിനിറ്റ് വരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ 33-something വരുന്ന വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോ ആണ് സജനയെക്കുറിച്ച് ഫിറോസ് ചെയ്തിട്ടുള്ളത്. സജനയെ സംബന്ധിച്ച് എവിഡൻസേ ഇല്ല. ഫിറോസിനാണെങ്കിൽ എവിഡൻസിൻ്റെ കൂമ്പാരമായിരുന്നു. ഫിറോസ് പക്ഷേ കാണിച്ച എവിഡൻസ് എല്ലാം നമ്മൾ കണ്ടോ? ഫിറോസ് ഒരു ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ പല ആൾക്കാരും ആ വീഡിയോയിൽ മാനിപ്പുലേറ്റഡ് ആയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറയാൻ കാരണം, സജന തെറ്റുകാരിയാണ്. ഒരു ഭർത്താവ് ഇരിക്കവേ വേറൊരാളുടെ കൂടെ പോകുന്നത് തെറ്റ് തന്നെയാണ്. അതിന് ഒരു ന്യായീകരണവും ഇല്ല. അതിനകത്ത് ഇനി ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ ഭർത്താവിനെ കളിപ്പിക്കാൻ വേണ്ടിയാണെന്നോ ഭർത്താവ് എന്നോട് കാണിച്ചത് ഞാൻ തിരിച്ചു പണി കൊടുത്തതാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ 2 എവിഡൻസ് ആണ് ഫിറോസ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഒന്ന്, പൂക്കിമോരുമായിട്ടുള്ള കോൺവെർസേഷൻ 100% മിസ്റ്റേക്കാണ് സജനയുടെ ഭാഗത്ത്. എന്താണ്, അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ കോള് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുന്നത് അതിലും വലിയ തെറ്റാണ്. ഇത് രണ്ടും സജന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ മുമ്പിൽ വന്ന ആദ്യത്തെ തെളിവ് സജനയ്ക്കെതിരായിട്ട്. രണ്ടാമത് പറയുന്നത്, ആൽബം ഡയറക്ടറുമായിട്ട് സജന പോയി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ തെളിവുണ്ടോ? ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള കുറച്ച് വീഡിയോസ് കാണിച്ചതല്ലാതെ സജനയും ആ ഡയറക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന എന്തെങ്കിലും തെളിവ് ഫിറോസ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല. മൂന്നാമത്തെ ആൾ പറയുന്നത് ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ, അതാണ് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. ഞാൻ അതും തെറ്റാണെന്നാണ് പറയുന്നത്. ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റ്, 100% തെറ്റ്. ഒരു ന്യായീകരണവും അതിൽ സജന അർഹിക്കുന്നില്ല. നാലാമത് ഫിറോസ് പറയുന്നത് ഒരു കോഴിക്കോടുകാരനാണ്. അയാളുടെ ഫോട്ടോയ്ക്ക് കാണിച്ചിട്ടുണ്ട്. തെളിവുണ്ടോ? അയാളുടെ ഒപ്പം സജന പോയി എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് പറയുന്നുണ്ടോ? തെളിവ് കാണിക്കുന്നുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. അഞ്ചാമത് പറയുന്നത് RS വിമലിൻ്റെ പേരാണ്, ഡയറക്ടർ. അയാളുടെയും ഫോട്ടോ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു എവിഡൻസും നമ്മുടെ മുമ്പിലേക്ക് ഫിറോസ് വെച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർ മാനിപ്പുലേറ്റഡ് ആയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2 തെളിവ് ഫിറോസ് വെച്ചപ്പോൾ ബാക്കിയെല്ലാം സജന ചെയ്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, നമ്മളങ്ങ് വിശ്വസിച്ചു. പക്ഷെ അതിന് ഫിറോസ് തെളിവ് വെച്ചിട്ടില്ല.
സജനയ്ക്കാണെങ്കിൽ ഫിറോസ് പോയ ആൾക്കാരുടെ ഒന്നും തെളിവില്ല, ഉണ്ടെന്ന് അവർ പറയുന്ന മാത്രമേ ഉള്ളൂ, അവർ വെക്കുന്നില്ല, തെളിവ് പുറത്തുവിടുന്നില്ല. ഫിറോസിനെ സംബന്ധിച്ച് ഫിറോസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു ഫിറോസിൻ്റെ അവതരണ ശൈലിയിലൂടെ. ഇത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണോ, എൻ്റെ സംശയങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളല്ല, എൻ്റെ സംശയങ്ങളാണ്. നിങ്ങൾ കൂടി ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ സജനെ ന്യായീകരിക്കോ, ഫിറോസിനെ ന്യായീകരിക്കോ, ദിയാസിനെ ന്യായീകരിക്കോ, പൂക്കിമോനെ ന്യായീകരിക്കോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഈ 4 പേരും തെറ്റുകാരാണ്. അതിനകത്ത് ദിയാസിനെ തെറ്റുകാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ കൊടുത്ത ഓഡിയോ അയാളോടുള്ള ശത്രുത കാരണം മറ്റേ ആൾക്ക് അയച്ചു കൊടുത്തു, തെറ്റാണ്, അതും തെറ്റാണ്. അവർ പിന്നെ ഉപയോഗിച്ചുള്ള കാര്യം എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, സജിൻ അവിടെ തെളിവും വെക്കുന്നില്ല, വാക്കുകൊണ്ട് പറയുന്നേ ഉള്ളൂ, നമുക്കറിയില്ല. പിന്നെ ഇവിടെ ഷെഫീന ബേബി ദിയാസിനുടെ വീട്ടിൽ പോകുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. അവരെക്കുറിച്ച് തെളിവ് സഹിതം കാണിക്കാനുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയെ കാണിക്കും. അതല്ലാതെ ഇവരുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവരെക്കുറിച്ച് അവർ സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവർ ഉറപ്പായിട്ട് ഇവർക്കെതിരെ സംസാരിക്കുള്ളൂ. പക്ഷേ ഇവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിന് അവർ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇതുവരെ ഇവരാരും ഒരൊറ്റ ടെസ്റ്റിൽ തീരാവുന്ന കാര്യത്തിന് ഇവരാരും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. സജന എല്ലാവരും പറയുന്നുണ്ട്, വലിയ വാചകത്തിൽ പറയുന്നുണ്ട്, ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരും അങ്ങോട്ട് പോകുന്നില്ല. പൈസ ചിലവുണ്ട്, ഞാൻ പൈസ മുടക്കില്ല എന്ന് ചില ആൾക്കാർ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇടപെട്ട് ഈ എമ്മിൻ്റെ കേസ്, ബാക്കി പൂക്കിമോൻ, സജന അതൊന്നും നമ്മുടെ കൺസേൺ അല്ല, അത് അവരുടെ പേഴ്സണൽ കാര്യം എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയമേ അല്ല, അത് അവർ കുടുംബപരമായിട്ട് തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ എമ്മിൻ്റെ കാര്യം ഗവൺമെൻറ് ഇടപെട്ട്, ഓപ്പറേഷൻ തൂഫാൻ ടീം ഇടപെട്ട് നടപടി എടുക്കേണ്ട കാര്യങ്ങളാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ചെക്ക് ചെയ്യണം, ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ കയ്യിലുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അത് ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. ഇനി റോഷ്നി ഒരു കാരിയറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇടയ്ക്ക് റോഷനോട് ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്നും ഇവിടെ വയ്ക്കുന്നില്ല, ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ കൺഫസ് ചെയ്യുന്ന ഓഡിയോ ആണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് ആരും നല്ലവരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സംശയങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് വെച്ചു. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫിറോസിൻ്റെ 17 കാര്യം ഇപ്പോൾ ആരും കേൾക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ഇവരുടെ ഈ പറയുന്ന ഇമോറൽ റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി, അവരുടെ മറ്റ് കഥകൾ മാത്രം അറിഞ്ഞാൽ മതി. അത് വേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനോടൊപ്പം ഇത് മുങ്ങിപ്പോകരുത്. ഫിറോസിൻ്റെ ഈ 17 വയസ്സുകാരിയുടെ കാര്യം മുങ്ങിപ്പോകരുത്, ദിയാസനയ്ക്ക് നേരെയുള്ള ആരോപണം മുങ്ങിപ്പോകരുത്. കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ്. പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടീനെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരിക തന്നെ വേണം. ഓക്കെ. 2, ഈ എമ്മിൻ്റെ കാര്യം അവർ ചെയ്ത കാര്യമാണെങ്കിൽ അത് പുറത്ത് വരിക തന്നെ വേണം. ഇനി സജിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വല്ല എവിഡൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് സംസാരിക്കും, ഇല്ലേ വായും പൂട്ടി മിണ്ടാണ്ടിരിക്കുക, അതാണ് നല്ലത്. ഇത് കണ്ട് മടുത്ത്, അതുകൊണ്ടാണ് സീരിയസ്ലി കണ്ട് മടുത്തു, ജനങ്ങളും മടുത്തു, നമ്മളും മടുത്തു, എല്ലാവരും മടുത്തു. അതുകൊണ്ട് തെളിവില്ലാണ്ട് വന്നിരുന്ന് ചുമ്മാ വായ്ത്താളം വിടല്ലേ. അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഇട്ട് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്തത്, കുഴപ്പമില്ല. വീണ്ടും നാറിക്കൊണ്ടിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോണ്ടന്റ് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ഫിറോസ് നമ്മുടെ മുമ്പിൽ 2 എവിഡൻസ് വെച്ചിട്ടുള്ളൂ. പക്ഷേ 5-6 പേരുടെ പേര് സജിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തെളിവുകളില്ല. ഈ 2 പേരുടെ കാര്യത്തിൽ തെളിവ് വെച്ചിട്ടുണ്ട്. അത് രണ്ടും സജിനയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.